ദിവസനെ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ കർത്താവ് മക്കളെയും നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ അഗ്രി സിസ്റ്ററിന്റെ ഒരു ആരാമോട് കൂടെ ബന്ധപ്പെടുന്ന ദൈവം നമ്മളെ സഹായിക്കുന്നുവല്ലോ. ഇന്ന് പകൽക്കാലം ഇന്ന് ഈ സമയത്ത് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയായിരിക്കുന്ന എല്ലാ കർത്താവിന്റെ മക്കളെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹത്തെ അറിയിക്കുന്നു, വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞങ്ങളെ ദൈവം സൂക്ഷിച്ചു കർത്താവിന്റെ സ്നേഹത്തിൽ കരുതി ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ആരും എന്റെ സഹായിച്ചില്ല. പക്ഷെ പാസിനെയും എടാന്റെയും എന്റെ സിസ്റ്ററിനെയും അതിനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരെയും ക്രിസ്തുയേശു ബ്ലസ് ചെയ്യുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കാം. അവന് ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം എതിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഹല്ലേലൂയ. നമുക്കറിയാം യോഹന്നാൻ അപ്പോസ്തലന്റെ സുവിശേഷം നമുക്ക് മറ്റു 3 സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ വളരെ യേശു കർത്താവിനെ കുറിച്ച് വളരെ ദൈവത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ. അത് ഈ കർത്താവ് വെച്ചത് അത്ഭുതങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ പ്രാരംഭ അധ്യായങ്ങൾ തുടങ്ങുന്നത്. മാത്രമല്ല യേശു കർത്താവിനെ വചനമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സുവിശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലൂടെ പറഞ്ഞിരിക്കുക അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സ്വഭാവ സംശയം ഉണ്ടാവും, എനിക്ക് ജീവനുണ്ടല്ലോ, അല്ലെങ്കിൽ സുമിക്ക് ജീവനുണ്ടല്ലോ, പിന്നെ എന്ത് ജീവൻ ഉണ്ടെന്ന് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു പറയാൻ കാര്യം? ഇത് യോഹന്നാൻ അപ്പോസ്തലൻ ജീവൻ ഉണ്ടായിരുന്നല്ലോ, യോഹന്നാൻ സ്നാപകൻ ജീവൻ ഉണ്ടായിരുന്നല്ലോ, ശിഷ്യന്മാർ 12 പേർക്ക് ജീവൻ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു? അങ്ങനെ എനിക്ക് എന്നെ മുന്നോട്ട് ചോദ്യമായിരുന്നു ഇത്. എന്തിനാ ഇങ്ങനെ അവനിൽ ജീവൻ എഴുതിയിരുന്നത്? ഹല്ലേലൂയ. പലപ്പോഴും അത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുള്ള വാക്ക്. അപ്പൊ താഴേക്ക് വായിക്കാൻ മനസ്സിലാക്കാൻ പറ്റും, ഈ ജീവൻ എന്ന് പറയുന്നത് വെളിച്ചം, മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ക്രിസ്തുവിലെ ജീവൻ എന്ന് പറയുന്നത്. അതായത് ആദ്യം വായിക്കുമ്പോൾ അറിയാം, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദ്യം ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും മുഖാന്തരം ഉളവായൊന്നും അവനെ കൂടാതെ ഉളവായില്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പറയുക ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു. ഒരു സംശയം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത് വളരെ ഒരു തെറ്റല്ല. അത് എന്തുകൊണ്ട് ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു പറഞ്ഞു? എന്ത് ജീവനായത് എന്ന് ചോദ്യം. എന്ത് ജീവനാ കർത്താവ് ചെയ്തു? എനിക്കുണ്ടല്ലോ ജീവൻ, ഞങ്ങൾക്കെല്ലാം ജീവനുണ്ടല്ലോ, ബട്ട് വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ഇറ്റ് ഈസ്? എന്റെ ഒരു ചോദ്യമായിരുന്നു കർത്താവ്. ഞാനെ കുറിച്ച് ഇങ്ങനെ ഞാൻ അധികം പഠിച്ചില്ല, പക്ഷെ ഞാൻ കൊലോസ്യർ അധ്യായം വായിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതിൽ കുറച്ച് കാര്യങ്ങൾ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. ഇതൊക്കെയാണ് കുഞ്ഞ ജീവൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു എന്ന് പറഞ്ഞ ജീവൻ ഇതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരു ജീവനായിരുന്നു ആദ്യമായി ദൈവം ആദാമിനെ ഹവ്വയും സൃഷ്ടിച്ചപ്പോൾ അവരിലേക്ക് പകർന്ന ജീവൻ. ഹല്ലേലൂയ. ദൈവം അവരിലേക്ക് ജീവൻ പകർന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു അനുസരണക്കേടിന്റെ പേരിലാണോ ആദാമിനെ ഹവ്വയെയും ദൈവം ഏതിൽ നിന്ന് പുറത്തായി കളഞ്ഞത്? പക്ഷെ അതായിരുന്നില്ല കേട്ടോ. ജീവൻ, ദൈവത്തിന്റെ ജീവൻ അങ്ങോട്ട് പകർന്നു കൊടുത്തു. ഹല്ലേലൂയ. ആ ജീവൻ പകർന്നു കൊടുത്തപ്പോൾ പിശാചിന്റെ ഒരു തന്ത്രത്തിലൂടെ ഈ ജീവനെ അവർ ചോർത്തിക്കളഞ്ഞു. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ പിശാചിന്റെ ഒരു നുണയിലൂടെ, അന്നും ഇന്നും പിശാച് തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിശാച് അന്ന് ശക്തിയുള്ള ആയിരുന്നിട്ട് പോലും പിശാച് തന്ത്രം ഉപയോഗിച്ചിട്ടാണ് ഹവ്വയെ, നുണയിലൂടെ ഹവ്വയെ കീഴ്പ്പെടുത്തി. ഒരു പക്ഷേ ഹവ്വയ്ക്ക് ഒരു നിമിഷം ആലോചിച്ചിട്ട് ഞാൻ പിശാൻ പറയായിരുന്നു, വെയിറ്റ്, ഞാൻ എന്റെ ഹസ്ബൻഡിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് ഒരു വാക്ക് പറയാം, അല്ലെങ്കിൽ പറയാമായിരുന്നു ഇന്ന് വൈകുന്നേരം കർത്താവ് ഇറങ്ങി വരും, ഞാൻ കർത്താവിനോടൊന്ന് ചോദിച്ചിട്ട് എന്നോട് ഞാൻ പറയാം, കഴിക്കാമെന്ന് പറയാം. പക്ഷെ അതൊന്നും ഹവ്വ നിന്നില്ല. ആദാമിനോട് ചോദിക്കാൻ പോലും ഹവ്വ നിന്നില്ല. ദൈവത്തോട് ചോദിക്കാനുള്ള ശ്രമം ഹവ്വ കാണിച്ചില്ല. ഈവൻ ആദാം പോലും ഹവ്വയോട് അത് കഴിക്കാൻ പറഞ്ഞപ്പോൾ വെയിറ്റ്, ദൈവം ഇത് കഴിക്കരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയാനുള്ള ഒരു ക്ഷമ പോലും കാണിച്ചില്ല. അതിന്റെ ആ ഒരു അനുസരണക്കേടിന്റെ ഫലമായിട്ട് ഇവരുടെ ജീവൻ, ദൈവം അവരിൽ പകർന്ന ജീവൻ, നിങ്ങൾ ആലോചിക്കണം, ദൈവം പകർന്ന തേജസ്, ആ ദൈവം പറഞ്ഞ തേജസ് ജീവിച്ചിരുന്ന 2 പേരായിരുന്നു ആദമും ഹവ്വയും. അതുപോലെ തന്നെ അവരിലെ ജീവൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ അവർ ദൈവത്തെ പോലെ ആയിരുന്നു, എന്നിട്ട് ദൈവത്തെ പോലെ ആകും എന്നുള്ളൊരു നുണ പറഞ്ഞിട്ട് അവരെ പിശാച് അമർത്തി കൊടുക്കിയപ്പോ അവരതിൽ വീണുപോയതെന്ന് മാത്രമല്ല, അവരത് വീണു പോയിട്ട് ആ ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതാണ് ദൈവത്തിന് കാരണം. ആ നഷ്ടപ്പെട്ട ജീവൻ പിന്നെ തിരിച്ചു വരണമെങ്കിൽ അവിടെ ഒരു യാഗം ആവശ്യമാണ്. ഹല്ലേലൂയ. അവിടെ ഒരു യാഗത്തിന്റെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് അത് തിരിച്ചു കൊടുക്കാൻ ആ സമയത്ത് പദ്ധതി ഇല്ലായിരുന്നത്. കാരണം പിന്നീട് ദൈവത്തിന്റെ മകൻ പിന്നീട് ഫ്യൂച്ചറിലേക്ക് വന്നിട്ട് നമ്മളെല്ലാം അതിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഒരു യാഗം അവിടെ ആവശ്യം വന്നിരുന്നു. അതുകൊണ്ടാണ് ദൈവം ചെയ്യാതെ ഇവരെ പുറത്താക്കിയത്. പിന്നീട് ജീവന്റെ ഫലം കഴിക്കാൻ അനുവദിച്ചതുമില്ല. കാരണം അത് കഴിച്ചത് പിന്നീട് ആദത്തിന്റെ ജീവകാലം മൊത്തം അങ്ങനെ നശിച്ചു പോകുന്ന മനുഷ്യനായി മാറിയേനെ. പക്ഷെ ക്രിസ്തു എന്ന മഹാപ്രഭുവിന്റെ ബലിയിലൂടെ ആദമും നമ്മളെല്ലാം
ആ ഒരു കർത്താവിന്റെ പദ്ധതിയിലേക്ക് തിരികെ വന്നു. അതാണ് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ടാണ് ദൈവം ആ സമയത്ത് അവരെ പുറത്താക്കി വിട്ടത്. അല്ലെങ്കിൽ അവരെ തിരിച്ച് വീണ്ടും കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയാതെ അതുകൊണ്ടാണ് ദൈവത്തിന്റെ പദ്ധതി ഇങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷേ ആ ജീവൻ പോയതാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചതും അവരുടെ ശിക്ഷാവിധി കാരണമായി തീർന്നതും. അപ്പോൾ എന്താണ് ഈ ജീവൻ എന്ന് പറയുന്നത്? നമ്മൾ അനുഭവിക്കുന്ന ജീവൻ എന്താണ്? ഹല്ലേലൂയ. വായിക്കും കൊലോസ്യർ പുസ്തകം വായിക്കാം. കൊലോസ്യർ ലേഖനം അതിന്റെ 1-2 അധ്യായം 19 വാക്യം വായിക്കാം. കൊലോസ്യർക്ക് ലേഖനം 2 അധ്യായം 19 വാക്യം വായിക്കാം. ഹല്ലേലൂയ. എന്താണ് ആ ജീവൻ എന്ന് പറയുന്നത് അവിടെ? ഞാൻ അതിനെ വായിക്കാം. തലയാവിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവിക വളർച്ച പ്രാപിക്കുന്നു. പ്രൈസ് ലോർഡ്. എന്താണ് ഈ ജീവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് നമുക്കൊരു സോൾ ഉള്ളതുപോലെ നമ്മുടെ ശരീരത്തിന് ജീവൻ ഉണ്ടായിരുന്ന സോളാണ് അല്ലെ. നമ്മുടെ ശരീരത്തിൽ എല്ലാ മൂവ്മെന്റും നമുക്ക് സോളാണ് നമ്മുടെ ബോഡിക്കുള്ളത്. അതുപോലെ നമ്മുടെ ആത്മാവിന്റെ സോളാണ് ഈ ജീവൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിന്റെ സ്പിരിച്വൽ ബീയിങ് ആയ നമ്മുടെ എല്ലാം ഒരു സോൾ ആണ് ഈ ജീവൻ എന്ന് പറയുന്നത്. ക്രിസ്തു എന്ന സോൾ, ക്രിസ്തു എന്ന ജീവൻ, ആ ജീവനിലൂടെയാണ് നമ്മുടെ നമ്മുടെ ആത്മാവിന് വേണ്ട എല്ലാ പോഷകങ്ങളും ലഭിച്ച് നമ്മൾ ദൈവത്തിൽ വളരുന്നത്. ഇങ്ങനെയാ പറയുന്നത്, തലയാവിൽ നിന്നല്ലോ, അതായത് ക്രിസ്തുവിൽ നിന്നല്ലോ ബോഡി മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അതായത് ക്രിസ്തുവിൽ, ദൈവത്തിൽ വളരണമെങ്കിൽ ഈ ക്രിസ്തു എന്ന ജീവൻ നമ്മളിൽ വ്യാപരിച്ചാലേ സാധ്യമാകും. നമ്മുടെ സോൾ, നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന ന്യൂട്രീഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ്, അത് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നിട്ട് രക്തത്തിൽ കലർന്ന് നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും എത്തിച്ചേർന്ന ശേഷം അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ വൈറ്റമിൻസ് അതുപോലെ എല്ലാ ഘടകങ്ങളും നൽകി ബോഡി വളരുന്നത് പോലെ ക്രിസ്തു എന്ന തല, നമ്മുടെ തല ക്രിസ്തുവാണെന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. എന്റെ രക്ഷകൻ ക്രിസ്തുവാണെന്ന് ഞാൻ പറയുമ്പോൾ, എന്റെ ലോഡും രക്ഷകനുമായി അംഗീകരിക്കുമ്പോൾ എന്റെ ലോഡ് പിന്നെ കർത്താവാണ്. കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പിന്നെ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ എന്ന് ഞാൻ എപ്പോഴേക്കും ആലോചിക്കാൻ, കർത്താവെ, എന്റെ കർത്താവെ ഞാൻ വിളിക്കുമ്പോൾ കർത്താവ് എന്റെ കർത്താവ് തന്നെയാണോ, അപ്പോൾ ഞാനാണോ എന്റെ കർത്താവ്? ഞാൻ പലപ്പോഴും ചിന്തിക്കാണ്. പലപ്പോഴും എനിക്ക് മനസ്സിലാവും എന്റെ കർത്താവ് ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാവും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കർത്താവ് ആയിരിക്കണം. ഇല്ലേ? പലപ്പോഴും നമ്മൾ കള്ളം പറയുന്നില്ലേ? ഹല്ലേലൂയ. കണ്ടോ, നമ്മൾ കള്ളം കാണിക്കുമ്പോൾ നമ്മളെ പുറത്താക്കാൻ ദൈവത്തിന് അധികാരമുണ്ട്. ഏതെങ്കിലും ആദാമിനെ ഹവ്വയും പുറത്താക്കിയ പോലെ കർത്താവിന് എല്ലാ അധികാരവും നമ്മളെ പുറത്താക്കാനുണ്ട്. ഏതൊരു പാസ്റ്റർ പറഞ്ഞ പോലെ, ഈ മനുഷ്യകുലത്തെ മൊത്തം തീ കത്തിട്ട് നരകത്തിയിട്ടാലും ആരും കർത്താവിനോട് ചോദിക്കത്തില്ല. ദൂതന്മാര് പറയും, കണ്ടോ എന്ത് നീതിമാന ദൈവം, ഈ കള്ള പരിശീലനയുടെ കർത്താവ് കത്തിച്ച് ദൂരെ കളഞ്ഞെന്ന് പറയും. കാരണം അത്ര പാപികളായ മനുഷ്യരല്ല അല്ലെ, ഒരു യോഗ്യതയും പറയാനില്ല. ദൈവത്തിന് എല്ലാ റൈറ്റും ഉണ്ട്. അത്രത്തോളം പാപികളാണ് എല്ലാവരും ദൈവത്തിന് വേണ്ടി കത്തിച്ച് നരകത്തിയാണ്. പക്ഷെ കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ നീതിയാണ്. കർത്താവെ നീ എന്റെ കർത്താവാന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അവിടെ ആ സിംഹാസനത്തിൽ ഞാൻ കയറിയിരിക്കുക, എന്റെ ആ കർത്താവ് ഇരിക്കേണ്ട സിംഹാസനം ഞാൻ കയറിയിരിക്കുന്നത്, ഞാൻ ഭരിക്കുക, എന്റെ രാജ്യമൊക്കെ പണിത് വെച്ചിട്ട് എന്തെങ്കിലും ആവശ്യമുള്ള കർത്താവ് എന്ന് വന്ന് സഹായിക്കണമെന്ന് പറയുന്ന നമ്മളൊരു ഒരു 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 എന്താ പറയുക, നമ്മൾ ഈ പല ഏജൻസികളുമില്ല ജോലി ചെയ്തു തരുന്ന. ഇപ്പൊ കാർപ്പൻറ്റേഴ്സിന് സപ്ലൈ ചെയ്യുന്ന ഏജൻസികളുണ്ട്, അതുപോലെ തന്നെ വീട് ജോലി, അത് പല ജോലിക്കാരെ സപ്ലൈ ചെയ്യുന്ന ഏജൻസികളുണ്ട്. അങ്ങനെ ഒരു ഏജൻസിയെ പോലെ ഒരു ഏജൻസിയെ കർത്താവ് നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും, കർത്താവ് എനിക്ക് അത് വേണം, ഇന്ന സമയത്ത് ഇന്ന ഹെൽപ്പ് വേണം, അത് ചെയ്യണേ ഇത് ചെയ്യണേ എന്നൊക്കെ പറയുന്ന ഒരു ഏജൻസി മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും കർത്താവ്. നമ്മൾ പിന്നെ കർത്താവ് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കർത്താവ് എങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾ ചെയ്യുന്നൊക്കെ പറയുമെങ്കിലും പലപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ കർത്താവ്. പലപ്പോഴും എന്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഞാനാണ് എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ. കാരണം പലപ്പോഴും ഞാൻ വചനം പറഞ്ഞിങ്ങനെയാണ്, ഒരു കർത്താവിനെ അനുഭവപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത്, എന്റെ ക്രൂശെടുത്ത് കർത്താവിന്റെ പുറകെ പോകണം അല്ലേ. പലപ്പോഴും നമ്മൾ അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കർത്താവ് പ്രിയമ ഞാൻ പറയട്ടെ, നമ്മുടെ ശരിക്കുള്ള ആരാധന എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് നമ്മളെ തന്നെ ത്യജിക്കുക എന്നുള്ളത്. കർത്താവിന്റെ സന്നിധി നമ്മളെ തന്നെ ത്യജിച്ചിട്ട്, ഞാനിത് വളരെ ഉത്തമ ബുദ്ധിയോടെ പറയാം. കാരണം ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും എനിക്ക് കഴിയാറില്ല. അതുപോലെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇതെല്ലാം ഓർമ്മപ്പെടുത്തൽ നമ്മളോടല്ല, നമ്മുടെ ഓർമ്മപ്പെടുത്തലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള. ഒരിക്കലും ഉപദേശമൊന്നുമല്ല. നമ്മൾ പരസ്പരം ഓർമ്മപ്പെടുത്തി അങ്ങോട്ട് നമ്മളെ തന്നെ എക്സ്പോർട്ട് ചെയ്യാണ്. കാരണം നമുക്ക് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാലേ നമുക്ക് ആത്മീയത്തിൽ വളരാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളിവിടെ കുറച്ച് പണമൊക്കെ ഉണ്ടാക്കി, ഇവിടെ കുറച്ച് ലോകത്തിൻ്റെതായ കുറച്ച് ഇമ്പങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ രസിച്ച് ജീവിക്കുന്നത് വേണം. ഞാൻ ചിരിക്കേണ്ടെന്ന് പറയില്ല, ഡീസൻ്റായ ലൈഫ് വേണം, ഓഫ്കോഴ്സ് വേണം. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതിനൊക്കെ അപ്പുറത്താണ്, നമ്മുടെ ആഗ്രഹം അതിനൊക്കെ അപ്പുറത്തായിരിക്കണം. ദൈവത്തെ പോലെ ക്രിസ്തു പറഞ്ഞ പോലെ ക്രിസ്തുവിനെ കാണും, ഞങ്ങളെ കാണുന്ന യേശുവിനെ കാണട്ടെ. ക്രിസ്തു നമ്മുടെ തലയായി മാറുക, എന്റെ കർത്താവായി മാറുക. ആ കർത്താവിൽ ലഭിക്കുന്നതായ ആ പോഷകങ്ങൾ, എന്റെ ആത്മീയ പോഷകങ്ങൾ, എന്റെ ആത്മീയ മനുഷ്യന്റെ വളർച്ചയെ കാരണമായി തീരാനുള്ള ഒരു വലിയ ഒരു വാഞ്ച നമ്മളിൽ ഉണ്ടാകണം. ഹാലൂയ. ക്രിസ്തു പോലെ സുപ്പോസം പറഞ്ഞ പോലെ ക്രിസ്തു നിങ്ങൾ ഉരുവാകുന്നു പറഞ്ഞ പോലെ നമ്മൾ ക്രിസ്തു ഉരുവാകണം.
അത് നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. നമ്മളത് ഉരുവായിക്കൊണ്ട് അതൊരു ചെറിയ പ്രോസസ് അല്ല. അതങ്ങനെ ഗ്രാജുവലി സംഭവിക്കുന്ന കാര്യമാണ്. അത് ഒറ്റയടിക്ക് സംഭവിക്കുന്ന കാര്യമല്ല. യേശുവിനെ പോലെയാണെന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. കേൾക്കുമ്പോൾ വളരെ ഈസിയാണ്. പക്ഷെ നമുക്ക് ആ ക്രൂശിൽ കിടന്ന അല്ലെങ്കിൽ ക്രൂശിൽ കർത്താവ് കിടക്കുമ്പോൾ അതും ഒരു പാസ്റ്റർ പറഞ്ഞതാണ്, ചേസ് പാസ്റ്റർ പറഞ്ഞതാണ്. ക്രൂശിൽ കിടന്ന യേശു കർത്താവിനെ കുന്തം വെച്ച് കുത്തുമ്പോൾ യേശു കർത്താവ് മരിച്ചതായതുകൊണ്ട് റെസ്പോണ്ട് തിരിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മളൊക്കെ കുത്തി കിട്ടുമ്പോൾ ആരോടാ കുത്തിന്ന് ചോദിക്കുമ്പോൾ ഇല്ലേ, അത് നമ്മൾ തിരിച്ച് പ്രതികരിക്കുന്നു. അപ്പൊ അതിനറിയാം മരിച്ചില്ലയോ എന്നൊരു അനുഭവം ഡിസംബർ അദ്ദേഹം പറയുന്നു. അത് തന്നെയാണ് വാസ്തവം. നമ്മൾ മരിച്ചു നിറയണമെങ്കിൽ നമുക്ക് കുത്തണം. കുത്തുകൾ നമ്മളെ അറിയുള്ളൂ നമ്മൾ ക്രിസ്തുവിൽ മരിച്ചവരാണോ യേശുവിനെ പോലെയാണോ എന്നുള്ളത്. ഓക്കെ, അത് ഞാൻ സന്തോഷം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് ക്രിസ്തു നമ്മൾ തലയായ ക്രിസ്തു നമ്മളിലേക്ക് ആഴമായി ഇറങ്ങുന്നുണ്ടോ, നമ്മുടെ തല മുതൽ താഴേക്ക് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് നമ്മളെപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമാണ്. പലപ്പോഴും എന്നെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും അങ്ങനെ ആയിത്തീർന്നില്ല എന്ന് ഞാൻ പറയും. നമുക്ക് ഓരോരുത്തർക്കും പറയാനാണ്. പക്ഷെ നമ്മൾ നമ്മൾ ക്രിസ്തു നമ്മൾ വസിക്കുന്നുണ്ട്. വചനം പറയുന്ന എല്ലാം ക്രിസ്തു നമ്മളിലുണ്ട്. പക്ഷെ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നവർ ആയിത്തീരുന്നുണ്ടോ? വിശ്വാസം നമ്മളാണെന്ന് പറയാം. പക്ഷെ പലപ്പോഴും അങ്ങനെയാണോ നമ്മൾ വിശ്വസിക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ എന്നുള്ളത് പലപ്പോഴും ചോദ്യമാണ്. ഒരു വാക്യം വായിക്കാം. കൊലോസ് 2:2, 3 വായിക്കാമോ? 2-ാം ഞാൻ തന്നെ വായിക്കാം. 2-3. ആ ജീവൻ നമ്മളിൽ ഈ ജീവൻ നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് എന്താണ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ പറയുന്നത് എങ്ങനെയാ? അവ ക്രിസ്തു ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിനല്ലോ. ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനം, അത് ദൈവത്തിന്റെ ദൈവിക മർമ്മത്തിന്റെ പരിജ്ഞാനം, വിവേകപൂർണ്ണതയുടെ സമ്പത്ത്. ഈ ക്രിസ്തു നമ്മുടെ തലയെ കഴിയുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം പ്രസംഗിക്കുന്ന കേട്ടു. ഇസ്രായേൽ മക്കൾ അവര് പിതാവ് എന്ന ദൈവത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പെടുന്ന കാര്യങ്ങളാണ് ഈ വിവേകം, പരിജ്ഞാനം, ജ്ഞാനം. എന്റെ വാക്കല്ല, ദേവാസിന്റെ വാക്കുകളാണ്. എനിക്കത് ശരിയാണെന്ന് തോന്നി. ഈ പിതാവ് ദൈവത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പെടുന്ന കാര്യങ്ങളായി ഈ പരിജ്ഞാനം, സമ്പത്ത്, അതെല്ലാം ക്രിസ്തുവിലേക്ക് പകർന്നു കൊടുത്ത ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമ്പത്താണ്, ആ പരിജ്ഞാനമാണ് ക്രിസ്തു. അപ്പൊ ഈ ഇസ്രായേൽ എന്ന രാജ്യം ഈ പിതാവ് ദൈവത്തിനെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ഇവരെല്ലാം ഭയങ്കര ബുദ്ധിമാന്മാരായി മാറി. ഭയങ്കര ടെക്നോളജി, ഭയങ്കര കണ്ടുപിടുത്തങ്ങൾ കണ്ടില്ലേ? പിന്നെ ജോർദാൻ, അതുപോലെ തന്നെ രാജ്യങ്ങളുടെ പേജറുകൾ, വാക്കി ടോക്കുകളൊക്കെ നശിപ്പിച്ചവര് അവരുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അത്രത്തോളം ബുദ്ധിപൂർണ്ണത. ലോകത്തിൽ ഇതൊക്കെ ആദ്യം സംഭവിക്കുന്ന കാര്യം, ഇതൊക്കെ സംഭവിക്കുന്ന ആദ്യമായിട്ട്. അത്ര ബുദ്ധിയുള്ളവർ, കാരണം അത്ര ജ്ഞാനം, അത്ര വിവേകം ലഭിച്ച ഒരു ജനതയാണ്. അത് പിതാവായ ദൈവത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പെടുന്ന ഇത്തരം കാര്യങ്ങൾ അവർ ഏറ്റെടുത്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതാണ് ആ ദിവസം പറഞ്ഞത്. എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. എനിക്ക് അതിന് വ്യക്തമായിട്ട് അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ശരിയാണ്. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ ആ ഒരു പരിജ്ഞാനം, വിവേകം നമ്മളിലേക്ക് പകർന്നു കിട്ടാൻ നമ്മളിലേക്ക് തലയിൽ മാറുമ്പോൾ നമ്മളിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ലോകത്തിന്റെ ജ്ഞാനമല്ല, പഠിച്ചു കിട്ടുന്ന ജ്ഞാനമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ ജ്ഞാനം. ഹല്ലേലൂയ. ദൈവം നമ്മളിലേക്ക് പോകുന്ന വിവേകം. ഹല്ലേലൂയ. ഒരു വാക്കുകൾ വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ കൊലോസ്യർ 2:11. ഓക്കെ, അതിന്റെ 11, 1:11 ഞാൻ തന്നെ വായിക്കാം. 10-11. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിന് തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവരിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം മുറിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരാണ്. ഹല്ലേലൂയ. ഈ ക്രിസ്തുവിൽ നമ്മൾ ഓൾറെഡി ക്രിസ്തുവിലായി കഴിഞ്ഞു. നമ്മൾ പരിപൂർണരാണ്. പക്ഷേ നമുക്കൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ പരിപൂർണരാണെന്ന് അറിയാമെങ്കിൽ നമ്മൾ ഇപ്പോൾ നെഗറ്റീവ് വായെടുത്ത് പറഞ്ഞ നെഗറ്റീവുകൾ, അങ്ങനെ ഇതിങ്ങനെ. പക്ഷെ നമ്മളിങ്ങനെ വിശ്വസിക്കുക മാത്രമല്ല, നമ്മൾ നമ്മുടെ വാവെടുത്തി ഈ ഞാൻ ക്രിസ്തുവിൽ പരിപൂർണനാണെന്ന് സംസാരിക്കുകയും വേണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ സംസാരിക്കത്തില്ല, നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവ് ആയിരിക്കും, നമ്മൾ പലപ്പോഴും പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് വിശ്വാസവുമില്ല. വിശ്വാസമുണ്ടോ? നമ്മൾ ക്രിസ്തു പരിപൂർണമാണെന്ന് വിശ്വാസമുണ്ടോ? ഹൃദയത്തിന്റെ ഒന്ന് പറയാൻ പറ്റും എനിക്ക് വിശ്വാസമുണ്ട് പരിപൂർണനാണെന്ന്. എന്നോട് ഞാൻ പറയും, ഞാൻ ഒന്നും മടിക്കൂല, നമ്മളെല്ലാം മടിക്കും. പക്ഷെ വാസ്തവം അതാണ്, നമ്മൾ ക്രിസ്തുവിൽ പരിപൂർണരാണ്. നമുക്ക് വിശ്വാസം വേണം, നമുക്കതിന്റെ നമ്മുടെ നാവെടുത്ത് പറയണം. അതാണ് ദൈവത്തിന്റെ ജീവൻ എന്ന് പറയുന്ന ക്രിസ്തു നമ്മുടെ തലയായി മാറി കഴിയുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ പരിപൂർണരാണ്. നമ്മൾ അങ്ങനെയാണ്. വാസ്തവം ഞാൻ പറഞ്ഞ എല്ലാം നമ്മൾ അങ്ങനെ തന്നെയാണ്. അതിനും അങ്ങനെ പറയുന്നേ. നല്ല സത്യങ്ങളാണ്. നമ്മൾ ഒരിക്കലും ഇതിനെ വിശ്വസിക്കാതിരിക്കുക. അതെല്ലാം സത്യമാണ്, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ദിവസങ്ങളിൽ ആ ക്രിസ്തു നമ്മുടെ തലയായി മാറുക. നമ്മളുടെ ദൈവത്തിന്റെ എന്താ പറഞ്ഞ ദൈവത്തിന്റെ സകല ജ്ഞാനവും വിവേകവും ഉള്ള ക്രിസ്തു നമ്മുടെ തലയായി മാറുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അത്തരം അനുഭവത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആ ഒരു ജീവൻ, ക്രിസ്തു ജീവൻ നമ്മളിലേക്കൊന്ന് ആയിത്തീരുമ്പോൾ, ഹല്ലേലൂയ, അത് ആ വേണ്ടതുപോലെ ആയിത്തീരുമ്പോൾ നമ്മളത് വിശ്വസിക്കുകയും നമ്മളിലേക്ക് ദൈവം ഓൾറെഡി ആ ജീവനായി മാറിയിട്ടുണ്ട്.
അതാണ് വാസ്തവം. കാരണം വചനം അങ്ങനെ പറയുന്നത്. അങ്ങനെ നമ്മളത് വിശ്വസിക്കുകയും നമ്മുടെ നാവെടുത്ത് പറയുകയും നമ്മൾ ആ ബോധത്തിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ ക്രിസ്തുവിന്റെ അതങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മളെ ജീവനായി മാറി നമ്മളെ വലിയ മാറ്റങ്ങളിലേക്ക് എത്തുന്നത്. പലപ്പോഴും ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും നമുക്കത് വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസവും, എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പ്രയാസം. പലപ്പോഴും നമുക്ക് വിശ്വാസം, പക്ഷെ അങ്ങനെ അല്ല ദൈവമക്കളെ. ഈ ദിവസങ്ങളിൽ ആ ഒരു വിശ്വാസം നമ്മൾ പരിണമിക്കുക, വിശ്വാസമായത് മാറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മൾ താഴ്ത്തിൽപ്പിച്ചു കൊടുക്കാം. കണ്ണടയ്ക്ക് പ്രാർത്ഥന. കർത്താവേ, കേൾക്കപ്പെട്ട ദേവി അവനിക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവനായി ക്രിസ്തു മാറുക. ദൈവം ഞങ്ങളിലേക്ക് പകർന്ന ജീവൻ, അത് ഞങ്ങൾ ക്രിസ്തു ആ ജീവനായി മാറുക, ഞങ്ങളുടെ തലയായി മാറുവാൻ, ആ തലയിൽ ലഭിക്കുന്നതായ പോഷകങ്ങൾ ഞങ്ങളുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വലിയ മാറ്റം കൊണ്ടുവരാതെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അതിനായി സമർപ്പിക്കും. ഞങ്ങൾക്കറിയാം കർത്താവ്, ഞങ്ങൾ വസിക്കും, ഞങ്ങൾ ക്രിസ്തുവാണുള്ളത്. ആ ബോധ്യങ്ങൾ ഉണ്ടാകട്ടെ, അത് ഞങ്ങൾ വിശ്വസിക്കട്ടെ. അതോടൊപ്പം ഞങ്ങൾ ആ വാക്കുകൾ ഞങ്ങളുടെ നാവുകളിലൂടെ എടുത്ത് പറയട്ടെ. വചനം പറഞ്ഞ സത്യം ഞങ്ങൾ സംസാരിക്കട്ടെ കർത്താവെ. അങ്ങനെ ഞങ്ങൾ ക്രിസ്തു തലയോളം വളരുവാൻ തക്കോളം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തുതിക്കുന്ന അതോളം ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. മഹത്വം എല്ലാം തമ്പുരാൻ യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവരും